പരിവർത്തിത ക്രൈസ്തവർക്ക് പട്ടികജാതി സ്റ്റാറ്റസ് അനുവദിക്കുക ആവശ്യമുന്നയിച്ച് പരിവർത്തിത ക്രൈസ്തവ അവകാശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യനീതി കോൺഫറൻസ് കട്ടപ്പനയിൽ നടത്തി. കട്ടപ്പന RMS സ്പൈസസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ആംഗ്ലിക്കൻ ചർച്ച് ആർച്ച് ബിഷപ്പ് റവറന്റ് ഡോക്ടർ ലെവി ജോസഫ് ഐക്കര ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 74 വർഷക്കാലമായി ഇന്ത്യയിൽ പരിവർത്തിത ക്രൈസ്തവർക്ക് സാമൂഹ്യനീതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. സാമൂഹികവും രാഷ്ട്രീയവുമായ മേഖലയിൽ യാതൊരുവിധ പ്രാതിനിധ്യവും ലഭിക്കാത്ത അവസ്ഥയാണ് ഈ വിഭാഗങ്ങൾക്ക്. മറ്റ് വിഭാഗങ്ങളെ അപേക്ഷിച്ച് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഏറെ പിന്നിലാണ്. 1950 ഒരു പ്രസിഡൻഷ്യൽ ഓർഡർ വഴിയാണ് പരിവർത്തിത ക്രൈസ്തവരുടെ പട്ടികജാതി പദവി റദ്ദ് ചെയ്തിരിക്കുന്നത്. ഒരു വിഭാഗത്തിന് മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ പരിവർത്തിത ക്രൈസ്തവർക്ക് സാമൂഹ്യനീതി നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും സാമൂഹ്യനീതിയുടെ ലംഘനവുമാണെന്ന് 1950 തന്നെ വിമർശിക്കപ്പെട്ടിരുന്നു. കട്ടപ്പനയിൽ നടന്ന സാമൂഹ്യനീതി കോൺഫറൻസ് ആംഗ്ലിക്കൻ ചർച്ച് ബിഷപ്പ് റവറന്റ് ഡോക്ടർ ലെവി ജോസഫ് ഐക്കര ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധങ്ങളും സമരങ്ങളും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇന്ന് പരിവർത്തന ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒട്ടനവധിയായ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെയും ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളായി മാത്രം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതിന് മാറ്റം വരുത്തേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് പരിവർത്തിത ക്രൈസ്തവരുടെ ഐക്യവും ആത്മബോധവും തട്ടിയുണർത്തുന്നതിനും പൊതുസമൂഹത്തെ ക്രിയാത്മകമായി ബോധ്യപ്പെടുത്തുന്നതിനുമാണ് പരിവർത്തിത ക്രൈസ്തവ അവകാശം സംരക്ഷണ സമിതി ഇത്തരം ക്യാമ്പയിൻ കട്ടപ്പനയിൽ ആരംഭിച്ച് കേരളമാകെ പ്രാവർത്തികമാക്കാൻ ലക്ഷ്യമിടുന്നത്. ഡോക്ടർ സൈമൺ ജോൺ വിഷയം അവതരിപ്പിച്ചു. തുടർന്ന് രക്ഷാധികാരി റജി കൂവക്കാട്ട്, സാജു വള്ളക്കടവ്, സിബി മഞ്ഞൂർ, ഷാജി കഞ്ഞിക്കുഴി, ഷിബി പള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു.